ചെങ്കോൽ സിനിമയിൽ ഒരു പാട്ടില്ലേ, മധുരം ജീവാമൃത ബിന്ദു, മധുരം ജീവാമൃത ബിന്ദു. അപ്പൊ ആ പേരില് ആ പാട്ടിന്റെ ആ 2 വരികൾ ചേർത്ത് വെച്ചിട്ട് ഒരു സിനിമയുടെ പേരായിട്ട് മാറി. അങ്ങനെ ഒരു പുതിയ ചിത്രത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പൊ ചിത്രത്തിന്റെ പേര് മറക്കണ്ട, മധുരം ജീവാമൃത ബിന്ദു. പുതിയ പുതിയ പടങ്ങൾ എന്തിനാ വെള്ളിയാഴ്ച റിലീസാവുന്നേ? അതെന്താ അങ്ങനെ ഒരു വർത്താനം? വെള്ളിയാഴ്ച രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ആ ജന്മങ്ങളില്ലേ, അവർക്ക് വന്ന് ചൂടോടെ കാണാനാ. വെള്ളിയാഴ്ച രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ആ ജന്മങ്ങളില്ല, അവർക്ക് മാത്രമായി ചൂടോടെ വന്ന് കാണാനാണെന്ന്. അതെന്താ? അടുത്തയാഴ്ച മമ്മൂക്ക പടം ഇറങ്ങും, അന്ന് ഇവിടെ ഒന്ന് ഇളകും. ഈ സിനിമേനെ പറ്റി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നേറുന്ന ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് സിനിമയിലൂടെ സിനിമാ കഥകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം. ഞങ്ങൾ രണ്ടുപേരും നല്ല അസൽ സിനിമാ പ്രേമികളാണ്. അപ്പനറിയില്ലേ ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം? അപ്പനറിയില്ല നല്ല ഇഷ്ടമുള്ള നടൻ. കാരണം എല്ലാവരുടെ ജീവിതത്തിൽ അവരുടെ അപ്പൻ ഒരു മികച്ച ഒരു താരം തന്നെയാണ്. നടനാണെന്ന് പറയാൻ പറ്റില്ല, നായകൻ അങ്ങനെ പറയാം. പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് വളരുന്നേ. എന്താ ഉദ്ദേശം? ഈ സാറ്റർഡേ ന്യൂറി ഒന്ന് നോക്കി. സൈജു ഗ്രൂപ്പിന് ഇപ്പൊ നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബേസിൽ ജോസഫിന് അതുപോലെ തന്നെ മികച്ച വേഷങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ചിത്രങ്ങളിൽ ഒരുപാട് നല്ല വേഷങ്ങൾ അവര് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുഹാസിനി മാഡം ഒരുപാട് ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ നിറഞ്ഞു നിന്ന ഒരു മികച്ച നടിയാണ്. അപ്പൊ ഈ ചിത്രത്തിലും അങ്ങനെ സുഹാസിനിയുടെ ഒരു മികച്ച ഒരു അഭിനയം നമുക്ക് കാണാൻ സാധിക്കും. മധുരം ജീവാമൃത ബിന്ദു, നല്ല മനോഹരമായിട്ടുള്ള പേര്. ശംഭു, അപ്പു, അതുപോലെ തന്നെ പ്രിൻസ് ജോയ്, ജന്നിത് കാച്ചപ്പള്ളി, ഇങ്ങനെ ഇത്ര പേര് കൂടിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ മികച്ച ഒരു ചിത്രമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ടക്ക് ടക്ക് ടക്ക്.